പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് ആ മൊഴി. ആദ്യഘട്ടത്തിൽ ആലുവയിൽ പരിസരത്ത് വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിനെ കാണാതായി എന്നായിരുന്നു മൊഴി. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലാണ്. പ്രത്യേകിച്ച് ഈ പിതാവും അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ബന്ധുക്കളുമൊക്കെ പുത്തൻകുരിശ് പോലീസിൽ ഒരു പരാതിയും നൽകിയിരുന്നു. ആ പരാതിയിൽ ചില സൂക്ഷ്മമായ വിവരങ്ങളുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പലപ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ അംഗനവാടിയിൽ നിന്ന് മറ്റു വിവരങ്ങളൊന്നും അറിയിക്കാതെ തന്നെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെ പലതവണ ഒറ്റയ്ക്ക് കുഞ്ഞിനെ തങ്ങളോടൊന്നും അറിയിക്കാതെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടയിൽ നിർണായകമായി ലഭിച്ച ഒരു മൊഴി, ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ ഒരു ഓട്ടോ വിളിക്കുന്നുണ്ട്. ആ ഓട്ടോയിൽ കയറുമ്പോൾ കുഞ്ഞില്ല, കുഞ്ഞ് മാത്രമാണ് എന്നതുൾപ്പെടെയുള്ള മൊഴിയാണ് അതിലുള്ളത്. അത് നിർണായകമായി. അപ്പോൾ പോലീസിന് ഒരു ടൈം ലൈൻ ലഭിക്കുന്നു. ആ ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള അവർ പോയ വഴികൾ, എവിടേക്ക് പോയെന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ആ പാലത്തിൻ്റെ സമീപത്തുള്ള ഒരു CCTV ദൃശ്യം, അതിന് മുമ്പ് കുട്ടിയുമായി നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യമുണ്ട് ആലുവ പരിസരത്ത്. അതിനുശേഷമാണ് പിന്നീട് ഈ പാലത്തിന് സമീപത്ത് അവരെത്തിയ ദൃശ്യങ്ങളും. അങ്ങനെയാണ് അവിടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അത് ഒരുപക്ഷെ പിന്നീട് ആ ശ്രമം അവിടെ തന്നെ അന്വേഷണം, പ്രത്യേകിച്ച് ഈ വാർത്ത ആദ്യം വൈകിട്ടോടുകൂടി ഒരു 7-7:30 മണിയോടുകൂടി പുറത്തു വരുമ്പോൾ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സേന വളരെ ശ്രമപ്പെട്ട് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയൊരു അന്വേഷണമുണ്ട്. അത് പക്ഷേ പിന്നീട് ഫോക്കസ്ഡായി ഈ പാലത്തിന്, പുഴയുടെ സമീപത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അവിടെ നിന്നൊരു CCTV ലഭിക്കുന്നു. മാത്രമല്ല ആദ്യം ലഭിച്ച മൊഴി പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആ മൊഴി പോലീസ് വെരിഫൈ ചെയ്യുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് DYSP ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും തിരച്ചിൽ നടത്താനും ഒക്കെ സ്കൂബ ടീമിനെയൊക്കെ വിളിച്ചു വരുത്തുകയും അവർ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയെ മാറ്റിവെച്ച് അവർ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിടുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. ഒരു സ്കൂബ ടീമിന് ഡൈവ് ചെയ്യാൻ നമുക്കതെങ്ങനെ പറയാൻ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ അതിൻ്റെ നേരിട്ട് കാണുമ്പോൾ അവരിങ്ങനെ കൃത്യമായി തന്നെ അളവിൽ ശ്വാസമെടുത്ത് അങ്ങനെ താഴേക്ക് പോവുകയും പ്രത്യേകിച്ച് ഈ പകൽ വെളിച്ചത്തിൽ പോലും നേരിട്ടത് ഈ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ രാത്രിയൊക്കെ അവരുടെ ഈ നെറ്റിയിലുള്ള ടോർച്ചും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തെരച്ചിൽ, അങ്ങനെ ശ്രമപ്പെട്ട്, മാത്രമല്ല ഇതോടൊപ്പം തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്നിരുന്നു. ചെറിയ തോണികളിലും ഒക്കെ വഞ്ചികളിലുമൊക്കെ അവരിങ്ങനെ തെരച്ചിൽ നടത്തി. ആ പാലത്തോട് കേന്ദ്രീകരിച്ച് നടത്തി, അതിൻ്റെ തോടുകളിലുമൊക്കെ. പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തകർ പറയുന്ന ചില വാക്കുകളുണ്ട്. അതായത് എവിടെയാണ് എന്ന് കൃത്യമായി തന്നെ ആ യുവതി പറഞ്ഞ സ്പോട്ടിൽ തന്നെ, അതിനോടടുത്ത് ചേർന്ന് തന്നെ, കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. അവിടെ തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തെരച്ചിലുണ്ടായി. കാര്യം ഒരു ഹിൻഡ് കിട്ടുമ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക, തിരയുക. അങ്ങനെ നടത്തിയ തെരച്ചിൽ 3-ാം പാലത്തിനടുത്ത് അത് ഒഴുകിപ്പോകാതെ ഒരു മരത്തടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും പുറത്തെടുക്കുമ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ജീവന്റെ കണികയിലും ഉണ്ടാകുമെന്ന് രക്ഷാപ്രവർത്തകർ തന്നെ ആഗ്രഹിച്ചു പോയ മണിക്കൂറുകൾ. പക്ഷെ പിന്നീട് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ചലനമറ്റ കല്യാണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ റെസ്ക്യൂ വിഭാഗത്തിൻ്റെ ആംബുലൻസും ഒക്കെ സന്നദ്ധമായി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരിട്ട് അങ്കമാലി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ചലനം പിന്നീട് ഡോക്ടർ മരണം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് പോലീസ് മറ്റു നടപടികളിലേക്ക്, അതായത് കൊലക്കുറ്റം ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും നമ്മളിപ്പോഴുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. വൈദ്യപരിശോധനാ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ഇനി FIR ഉൾപ്പെടെ വിശദമായി തന്നെ അത് തയ്യാറാക്കി കുറ്റമറ്റ രീതിയിൽ അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് പിന്നീട് മജിസ്ട്രേറ്റ് മുന്നിൽ ഇവരെ ഹാജരാക്കുമ്പോൾ മറ്റു നടപടികളിലേക്ക് പോവുക. ഒരുപക്ഷെ തെളിവെടുപ്പ് വേഗത്തിൽ തന്നെ വേണോ, അതല്ല മറ്റു നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ വ്യക്തമാകും. പോലീസിൻ്റെ ഒരു നീക്കം അക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഹേമലത, ഈ എറണാകുളം റൂറൽ DYSP, അവർ കൂടി ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി തന്നെ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഇനി പോലീസിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ ചലനമറ്റ ഈ കല്യാണിയുടെ മൃതദേഹമുള്ളത്. അവിടെ എത്തി ഈ ആശുപത്രി അധികൃതർ നിലവിൽ തന്നെ പോലീസിന് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. ആ റിക്വസ്റ്റ് പ്രകാരം പോലീസ് അവിടെ എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.